വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡേ 38 ആണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ. എന്താ പറയാ, അവസാനം ഇന്നത്തെ എപ്പിസോഡിലും ലൈവിലൊക്കെ ടുവേർഡ്സ് ദ എൻഡിൽ ഒരു അടി നടന്നു. അത് കിച്ചണിലാണ്. എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഈ ജിസേലിന്റെ ഹൈജീൻ, ജിസേലിന്റെ മാനറിസം, അതിന്റെ ഒക്കെ ഒരു ചെറിയൊരു ജലസി എന്ന സാധനം ബിന്നിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇങ്ങനെ കഴിഞ്ഞ ഒരു 2-3 ദിവസമായി കാണുന്നുണ്ട്. ബിന്നിക്ക് പറ്റുന്നില്ല ഈ ഒരു സംഭവം. അതായത് ജിസേലിനെ കുറിച്ചിട്ട് നല്ലത് പറയണതും, ജിസേലിന്റെ മാനറിസിനെ കുറിച്ച് പറയണതും, ജിസേലിന്റെ ക്ലീൻ ഹൈജീനെ കുറിച്ച് പറയണതും ബിന്നിക്ക് തീരെ പിടിക്കുന്നില്ല. അപ്പൊ ടുവേഴ്സ് ദ എൻഡില് ഇന്ന് നടന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ കിച്ചണിൽ കിട്ടുക അടിയുണ്ടാകും. അതായത് ഒരു വിഭാഗം ആൾക്കാർ, അതായത് ബിന്നിക്ക് കിച്ചണിൽ അടി ഉണ്ടാക്കാൻ പാടില്ല, ബട്ട് ജിസേലിന് അവിടെ എന്തോ കിടന്ന് ആർഗ്യൂ ചെയ്യണം. പിന്നെ അവിടെ കിടന്ന് റെന, ഫാത്തിമ, പ്രവീൺ, ജിഷിന് വേണ്ടി ജിഷിൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരാവശ്യമില്ലാത്ത ഒരു ഫൈറ്റ് ആയിരുന്നു. എന്താ പറയാ, നമ്മള് നോർമലി ഇപ്പൊ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അതിലൊരു ഗുമ്മു വേണം. ആ ഒരു ഹീറ്റഡ് കോൺവെർസേഷനിൽ അത് ഉണ്ടായിരുന്നില്ല. ചുമ്മാ എന്തോ സ്ക്രീൻ സ്പേസ്. ഞാൻ ഇന്നലെയും എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബിലെ ചാനലിൽ. ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ മിക്ക അടികളും മിക്ക ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകളും എല്ലാം വെറും സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രം ആയി ഒതുങ്ങി കൂടിയിട്ടുണ്ട്. ഇന്നത്തെ അടി ആയി കഴിഞ്ഞാലും റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാലും ഇവൻ ഇപ്പൊ പ്രവീൺ ഒരു 5 വൈൽഡ് കാർഡ് എൻട്രിയിൽ ഒരാളായി വന്നതാണ്. അപ്പൊ മൂപ്പരാളും അനുമോളും തമ്മിൽ ഒരു ചെറിയ കോംബോ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് അത് വർക്കാവുന്നില്ല. ബട്ട് ദേ ആർ ട്രൈങ്. നിങ്ങൾ എപ്പിസോഡിൽ അത് കാണുന്നുണ്ടാവില്ല, ബട്ട് ലൈവിലൊക്കെ ഒരുപാട് അവരെ കുറെ സീൻസ് കാണിക്കുന്നുണ്ട്. ബട്ട് അതാണ്ട് വർക്കൗട്ട് ആവുന്നില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇനി അത് വർക്കാവുന്നു. ഒരു ലവ് ട്രാക്ക് ഈ ഒരു സീസണിൽ വർക്കാവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഇനി അത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കും. ഐ ഡോണ്ട് തിങ്ക് there will be a real love story in Big Boss season 7. സോ ബിന്നി, ജിസേൽ, റെന, ഫാത്തിമ, പ്രവീൺ ഒരാവശ്യമില്ലാത്ത അടിയായിരുന്നു അവസാനം. റെന ഫാത്തിമ അവിടെ നടക്കുന്നത് എന്താ പോലെ അറിയില്ല, ചുമ്മാ കയറി കിടന്ന് കല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഒരു ഗുമ്മില്ലാത്ത, ഒരു എന്താ പറയാ, കാണുമ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും ഇല്ലാത്തൊരു ഒരു അടിയായിരുന്നു ടുവേർഡ്സ് ദ എൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ബാക്കി എന്താന്ന് മെയിൻ ആയിട്ട് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വീക്ക്ലി ടാസ്ക് നടന്നു. വീക്ക്ലി ടാസ്കിൽ ഇറ്റ് വാസ് ടു ഗുഡ്. എന്താ പറയാ, ടു ഗുഡ് എന്ന് ഞാൻ പറയുന്നില്ല. ഈ വീക്ക്ലി ടാസ്ക് ഇന്നലെ റൗണ്ട് 1 ആയിരുന്നു, ഇന്ന് ഡേ 2 റൗണ്ട് 2. അപ്പോൾ ഇന്നലെ 50 ചപ്പല് കറക്റ്റ് ടൈമിൽ അക്ബർ എന്ന യൂണിയൻ ലീഡർ അണ്ടറിൽ അവിടുത്തെ ലേബേഴ്സ് അത് ചെയ്തു തീർത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു പോസിറ്റീവ് അപ്രീസിയേഷൻ എന്ന രീതിയിൽ അവിടുത്തെ ഓണർ എല്ലാവർക്കും ഒരു ഗോൾഡ് കോയിൻ കൊടുക്കണമായിരുന്നു. പക്ഷെ ചെയ്തില്ല. അക്ബറിനൊന്നും കൊടുത്തില്ല ഇന്നലത്തെ ഗോൾഡ് കോയിൻ ഒന്നും. ഇന്നലെ അക്ബർ കുറച്ച് കലകലകലകളാന്ന് ചിലച്ചോണ്ട് കേട്ടെങ്കിലും ഷീ വുഡ് ഹാവ് ഗിവൺ ആ കറുത്ത ബ്ലാക്ക് കോയിൻ കൊടുക്കാമായിരുന്നു, എന്നിട്ട് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാമായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നൂറക്ക് ഗെയിമും ടാസ്കും തീരെ മനസ്സിലായിട്ടില്ല. ദാറ്റ് ഈസ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡബിൾ. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഈ ഒരു സീസൺ 7 നല്ലൊരു ഗെയിമർ, ബ്ലെസ്ലിനെ പോലത്തെ ഒരു ഗെയിമർ ഐ ഡോണ്ട് തിങ്ക് ആരും ഉണ്ടെന്ന്. ഒരൊറ്റ ആളില്ല. ഈ സാധനം, ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഒരൊറ്റ എണ്ണം ഉപയോഗിക്കുന്നില്ല ഈ ഒരു സീസണിൽ. വെറും കല 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 എന്നുള്ള സംസാരം, ചുമ്മാ ഫിസിക്കലി അടി. ഇന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ന്യൂദില ഫാക്ടറിയിൽ സെക്കൻഡ് റൗണ്ടിൽ സ്ട്രൈക്ക് ആയിരുന്നു. സ്ട്രൈക്കിന്റെ അണ്ടറിൽ യൂണിയൻ ലീഡർ അക്ബർ അണ്ടറിലാണ് സ്ട്രൈക്ക് നടന്നത്. അപ്പോൾ അതൊരു പാർട്ട് ഓഫ് ഒരു ഫണ്ണാണ്. ആ ഒരു ടാസ്കിന്റെ ഒരു ഫണ്ണാണ്. ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അതിലൊരു ഫണ്ണ് വേണം. വെറും അത് ജയിക്കലും തോക്കലും മാത്രമല്ല. സോ അക്ബറിന്റെ ആ വേ ഓഫ് ഗെയിമിംഗ് വാസ് ഗുഡ് ടു വാച്ച് ടുഡേ. അതിൻ്റെ ഒപ്പം അഭിലാഷ് കൂടെ നിന്നു, ഒനിയൽ കൂടെ നിന്നു. ആൻഡ് ഇറ്റ് വാസ് ടു ഗുഡ് ടു സീ മസ്താനി ആൻഡ് ലക്ഷ്മി. അവര് ഗോൾഡ് കോയിൻ മറ്റേ ഓണറിന്റെ അടുത്ത് വാങ്ങിയിട്ട് ഇത് മാറി അങ്ങോട്ട് മറിഞ്ഞു. അതായത് അക്ബറിന്റെ ടീമിലോട്ട് നിന്നു. എന്നിട്ട് അതായത് യൂണിയൻ ലീഡർ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ലേബേഴ്സ് നിൽക്കണം. അതാണ് യൂണിയൻ ലീഡറിന്റെ പവർ എന്നാണ് ആ ഒരു ടാസ്കിലും ആ ഒരു ലെറ്ററിലും എഴുതിയിട്ടുള്ളത്. യൂണിയൻ ലീഡറാണ് അവർക്കുള്ള പണികളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതും.
സോ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു ഒരു ഗെയിമിനെ കുറിച്ച് ഒരു 100% അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാണ് നൂറ് അവിടെ കളിക്കുന്നതും. പിന്നെ ജിഷിൻ ചുമ്മാ കല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഗെയിമും ഇല്ല, ഒരു ബുദ്ധിയും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ജിഷിനെ ഈ ഒരു ടാസ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ 25 ചപ്പൽ ടുവേർഡ്സ് ദ എൻഡ് ആ ഒരു ഗെയിമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഫെയിൽഡ് സക്സസ്ഫുള്ളി. എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുത്തു. അതായത് ബിന്നി ഉണ്ടായിരുന്നു, ആദില, പിന്നെ ആരോ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ബാക്കി ആരും ഒന്നുമില്ല. അവർക്ക് പിന്നെ ബ്ലാക്ക് കോയിൻ 3 ഉണ്ടായിരുന്നു ഇന്നത്തെ റൗണ്ടിൽ. അതിൽ 2 അഭിലാഷിനും 1 അക്ബറിന് കൊടുത്തു. ഇന്നലത്തെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ ബ്ലാക്ക് കോയിൻ കൈ ഉണ്ടായിട്ട് 2 ഉണ്ടായിരുന്നു, ആർക്കും കൊടുത്തില്ല. ഈ കിട്ടുന്ന കോയിൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് മെയിൻ. അത് ഈ ഒരു സീറോ ബ്രെയിൻ ഉള്ള ന്യൂറക്ക് അത് മനസ്സിലായിട്ടില്ല. ചിന്ത എന്ന് പറഞ്ഞ സാധനം പൂജ്യമാണ് ന്യൂറക്ക്. ഷീസ് എ ഗുഡ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബട്ട് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്ന് ഞാൻ പറയുള്ളൂ. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം നൂറ് ഉപയോഗിക്കുന്നില്ല. സോ 2 ബ്ലാക്ക് കോയിൻ മൂപ്പുകളാണ്. അപ്പൊ ഇന്ന് ബിഗ് ബോസ് അനൗൺസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കൈവശമുള്ള ആൾക്ക് ഡയറക്റ്റ് നോമിനേഷനിലോട്ട് വരും. സോ അപ്പോഴാണ് നൂറയ്ക്ക് മനസ്സിലായത്, അയ്യോ ഞാൻ പിടിച്ചത് പുലിവാലായല്ലോ എന്ന്. സോ ഇന്ന് 3 മൂപ്പുകൾ റിലീസ് ചെയ്തു. അത് ഇന്ന് ആ അനൗൺസ്മെന്റ് ബിഗ് ബോസ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ ഇന്നും ആ ബ്ലാക്ക് ആരും കൊടുക്കില്ല. ഇമാതിരി പുവർ ഗെയിമർ, ഒന്നും പറയല്ലേ. വെറും മൂപ്പുകൾ ഇടയ്ക്ക് ഓക്കെ, ബട്ട് 100% ബ്രെയിൻ ഉപയോഗിച്ച് കളിക്കാത്ത ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളം. ഒരു കോണ്ടസ്റ്റൻസും 100% ഈ സാധനം ഉപയോഗിക്കുന്നില്ല. അക്ബർ വാസ് ഗുഡ് ആക്ച്വലി. ഇന്നത്തെ ഷോ കൊണ്ടുപോയത് അക്ബർ തന്നെയാണ്. അക്ബറിന്റെ ഒരു ചിന്താഗതി വാസ് ഗുഡ്. കുറച്ച് ഫിസിക്കലി കാര്യങ്ങളോട്ട് വന്നു, ബട്ട് ദാറ്റ് അഗെയിൻ അത് സ്റ്റാർട്ട് ചെയ്തത് നൂറ പോയി പേറി പിടിച്ചിട്ടാണ് അതിലോട്ടൊക്കെ വന്നത്. ആക്ച്വലി ഇറ്റ്സ് ഓൾ സ്റ്റാർട്ടഡ് വിത്ത് നൂറ. പോടാ എന്ന് തുടങ്ങിയത് നൂറാണ്, എന്നിട്ടാണ് പോടി എന്ന് അക്ബർ പറയണത്. എന്നിട്ട് ഇവർക്ക് എന്തും ചെയ്യാം. ലൈക്ക് ഈ നൂറ അതിൽ ദേ ക്യാൻ സേ എനിത്തിങ്, ദേ ക്യാൻ ഡു എനിത്തിങ്. ബട്ട് ഓപ്പോസിറ്റ് ആൾ അത് ചെയ്യുമ്പോൾ അപ്പൊ തുടങ്ങും എന്ന് പറഞ്ഞിട്ട്. എന്താ പറയാ, അത് ഇന്നലെ ലക്ഷ്മി കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ആളുകൾ എന്നാണ് ഈ നൂറയും ആദിലിനെയും പറഞ്ഞത്. കാരണം ദേ ആർ ലെസ്ബിയൻസ്, കപ്പിൾ ലെസ്ബിയൻസ് ആണ്. സോ അവര് വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ലാത്ത ഒരാളായിട്ടാണ് ലക്ഷ്മി പറഞ്ഞത്. സോ ആ സമയത്ത് വായടച്ച് നിന്ന്, അതായത് ഭയങ്കര സംസാരിക്കുന്ന ആളാണ് ആദില, ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്നലെ. ദാറ്റ് വാസ് ടു ബാഡ്. പിന്നെ എനിക്ക് ലക്ഷ്മിയുടെ വിചാരം എന്താന്ന് ലക്ഷ്മിക്ക് തന്നെ അറിയുള്ളൂ. വളരെ ബോസി ആയിട്ട്, എന്താ പറയുക, UK എന്നൊക്കെ വന്ന ആളല്ലേ. സോ ഇന്ത്യക്കാരൊരു പുച്ഛമായിരിക്കും, പ്രത്യേകിച്ച് ആണുങ്ങളോടൊരു പുച്ഛം. പിന്നെ ഒരു ഭയങ്കര ഹൈറാർക്കി വെച്ച് ലൈഫിനെ കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് ലക്ഷ്മിനെ ഇതുവരെ ഈ ഒരു ഇതിൽ കണ്ടിട്ടുള്ളത്, ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളത്. അതായത് പണ്ടത്തെ ആ ബ്രിട്ടീഷ് ഇതുണ്ടല്ലോ, ആ ഒരു ഇതാണ് മൂപ്പറാളെ മൈൻഡ് സെറ്റ് ഇപ്പോഴും. മൂപ്പറാൾ ടോപ്പിൽ, പിന്നെ എല്ലാ ആൾക്കാരും താഴ്ന്നുള്ള ആൾക്കാർ. മൂപ്പറാൾ പറയണത് എല്ലാവരും അനുസരിക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതി. പിന്നെ ഇപ്പോഴും പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ്സ് ഇല്ലാത്ത മൂപ്പറാൾ ഭയങ്കര മറ്റേ ലൈഫ് സ്റ്റോറിൽ ഭയങ്കര കഥ ഒക്കെ പറഞ്ഞിരുന്നു. ബട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പറയുമ്പോൾ മൂപ്പറാൾക്ക് ഇമോഷൻസും ഇല്ല, ഒന്നുമില്ല. പിന്നെ സർക്കസ് നടന്നു, അതിലെല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും, ജിസയിൽ ഒഴികെ ബാക്കി എല്ലാ ആൾക്കാർക്കും കോയിൻസ് ഒക്കെ കിട്ടി. സോ ഇതാണ് ഡേ 38. വിൽ സി ഡേ 39 റൗണ്ട് 3 വീക്കിലി ടാസ്ക് നാളെ കണ്ടിന്യൂ ചെയ്യും. നാളെ കാണാം. സോ പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.